ഹലോ ഫ്രണ്ട്സ്, ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഓംസ് ലോ എന്താണെന്ന് പഠിച്ചു. ഇനി നമുക്ക് റെസിസ്റ്റേഴ്സ് അല്ലെങ്കിൽ പ്രതിരോധങ്ങളെപ്പറ്റി പഠിക്കാം. റെസിസ്റ്റേഴ്സിനെ പറ്റി നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഒരു കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ കണ്ടക്ടറിൽ ഇലക്ട്രോൺ ഫ്ലോയ്ക്ക് ഉണ്ടാകുന്ന തടസ്സമാണ്. അതുപോലെ ഇലക്ട്രോൺ ഫ്ലോയ്ക്ക് തടസ്സമുണ്ടാകുന്ന മെറ്റീരിയൽസ് ആണ് റെസിസ്റ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് ഒരു മെറ്റീരിയലിൻ്റെ റെസിസ്റ്റൻസിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ടെമ്പറേച്ചർ ഒരു മെറ്റീരിയലിൻ്റെ റെസിസ്റ്റൻസിനെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് പഠിക്കാം. വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന സർക്യൂട്ട് ശ്രദ്ധിച്ചു നോക്കിക്കേ. വൈദ്യുതി റെസിസ്റ്ററിലൂടെ പ്രവഹിക്കുമ്പോൾ റെസിസ്റ്റർ ചൂടാകുന്നതായിട്ട് കാണാം. ഈ സർക്യൂട്ടിലൂടെ കുറച്ച് സമയം കൂടി വൈദ്യുതി പ്രവഹിച്ചാൽ റെസിസ്റ്റേഴ്സിൻ്റെ ടെമ്പറേച്ചർ ഒന്നുകൂടി കൂടും. എന്നാൽ ഒട്ടുമിക്ക റെസിസ്റ്റേഴ്സിൻ്റെയും റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ കൂടുന്തോറും കുറയും. അതായത് ടെമ്പറേച്ചർ ആൻഡ് റെസിസ്റ്റൻസ് ഓഫ് എ മെറ്റീരിയൽ ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. എന്നാൽ മുൻപ് പഠിച്ചതുപോലെ മിക്ക ഉപകരണങ്ങളുടെയും ഹീറ്റിംഗ് കോയിൽ നിർമ്മിച്ചിരിക്കുന്നത് നിക്രോം, മാംഗനീൻ പോലുള്ള ലോഹസങ്കരങ്ങൾ കൊണ്ടാണ്. ഇത്തരം ലോഹസങ്കരങ്ങളുടെ പ്രത്യേകത തന്നെ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് റെസിസ്റ്റൻസിന് മാറ്റം വരുന്നില്ല എന്നത് തന്നെയാണ്. അതായത് ഒരുപാട് സമയം നിക്രോമിന് ചുട്ടുപഴുത്ത അവസ്ഥയിൽ ഓക്സീകരിക്കപ്പെടാതെ തുടരാൻ സാധിക്കും. ഇനി അടുത്തതായി കണ്ടക്ടറിൻ്റെ ലെങ്ത് എങ്ങനെ റെസിസ്റ്റേഴ്സിനെ സ്വാധീനിക്കും എന്ന് നോക്കാം. വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന രണ്ട് വ്യത്യസ്ത നീളത്തിലുള്ള കണ്ടക്ടറുകൾ പരിഗണിക്കുക. ഇവിടെ ആദ്യത്തെ കണ്ടക്ടറിൻ്റെ നീളം രണ്ടാമത്തെ കണ്ടക്ടറിൻ്റെ നീളം L2വിനേക്കാൾ കുറവാണ്. അതായത് L1 ഈസ് ലെസ് ദാൻ L2. രണ്ട് കണ്ടക്ടറിൻ്റെയും മെറ്റീരിയൽസ് സെയിം ആണ്. ആദ്യത്തെ കണ്ടക്ടറിൻ്റെ നീളം കുറവായതുകൊണ്ട് ഇലക്ട്രോണിന് ട്രാവൽ ചെയ്യാൻ കുറച്ച് സമയം മതി. നേരെ മറിച്ച് നീളം കൂടിയ രണ്ടാമത്തെ കണ്ടക്ടറിൽ ഇലക്ട്രോണിന് ട്രാവൽ ചെയ്യാൻ കൂടുതൽ സമയം വേണം. ഇതിൽ നിന്നും നമുക്ക് എന്താണ് മനസ്സിലാകുന്നത്? കണ്ടക്ടറിൻ്റെ നീളം കൂടുന്തോറും ഇലക്ട്രോണുകൾ കൂടുതൽ സമയം കണ്ടക്ടറിലൂടെ ട്രാവൽ ചെയ്യുകയും അതിനാൽ കൂടുതൽ റെസിസ്റ്റൻസ് അനുഭവപ്പെടുകയും ചെയ്യുന്നു. അതിനാൽ കണ്ടക്ടറിൻ്റെ നീളം കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടുന്നു. R ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു L. എങ്ങനെയാണ് കണ്ടക്ടറിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ റെസിസ്റ്റൻസിനെ സ്വാധീനിക്കുന്നത് എന്ന് നോക്കാം. വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന രണ്ട് കണ്ടക്ടറുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഒരേ മെറ്റീരിയൽ കൊണ്ടാണ്. രണ്ട് കണ്ടക്ടറിൻ്റെയും നീളം തുല്യമാണ്. രണ്ട് കണ്ടക്ടറും തമ്മിലുള്ള ഒരേ ഒരു വ്യത്യാസം രണ്ട് കണ്ടക്ടറിൻ്റെയും ക്രോസ് സെക്ഷണൽ ഏരിയയുടെ കാര്യത്തിൽ മാത്രമാണ്. ഒന്നാമത്തെ കണ്ടക്ടറിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ കുറവായതുകൊണ്ട് ഇലക്ട്രോണുകൾ വളരെ കഷ്ടപ്പെട്ടാണ് കണ്ടക്ടറിലൂടെ കടന്നുപോകുന്നത്. എന്നാൽ രണ്ടാമത്തെ കണ്ടക്ടറിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ കൂടുതലായതുകൊണ്ട് വളരെ ഈസി ആയിട്ടാണ് ഇലക്ട്രോണുകൾ കടന്നുപോകുന്നത്. ഇതിൽ നിന്നും ഒരു കാര്യം നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ക്രോസ് സെക്ഷണൽ ഏരിയ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയും. ക്രോസ് സെക്ഷണൽ ഏരിയ കുറയുമ്പോൾ റെസിസ്റ്റൻസ് കൂടും. അതായത് റെസിസ്റ്റൻസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദ കണ്ടക്ടർ. റെസിസ്റ്റൻസിന് കണ്ടക്ടറിൻ്റെ ലെങ്തുമായും ക്രോസ് സെക്ഷണൽ ഏരിയയുമായുമുള്ള ബന്ധം വിശകലനം ചെയ്ത് നമുക്കൊരു പുതിയ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാം. എന്തൊക്കെയാണ് നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചത്? R ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു L. R ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ക്രോസ് സെക്ഷണൽ ഏരിയ. അതായത് R ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു L/A എന്ന് എഴുതാം. പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റി ഇക്വാലിറ്റി സൈൻ എഴുതണമെങ്കിൽ ഒരു കോൺസ്റ്റന്റ് ഇക്വേഷനിൽ ഇൻസേർട്ട് ചെയ്യേണ്ടതുണ്ട്. ആ കോൺസ്റ്റന്റ് ആണ് റോ. R ഇസ് ഈക്വൽ ടു റോ ഇൻറ്റു L/A. റോ എന്നാൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? റോ എന്നാൽ റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്നാണ് അർത്ഥം. R എന്നാൽ റെസിസ്റ്റൻസ്, റോ എന്ന് വെച്ചാൽ റെസിസ്റ്റിവിറ്റി. രണ്ടും തമ്മിൽ മാറിപ്പോകരുത്. റോയുടെ യൂണിറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? എന്താണ് റോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? റോ ഇസ് ഈക്വൽ ടു RA/L. എന്താണ് ആറിൻ്റെ യൂണിറ്റ്? ഓം. എയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ. L ലെങ്തിൻ്റെ യൂണിറ്റ് മീറ്റർ. അപ്പോൾ റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് എന്താണ്? റോ മീറ്റർ. റോയുടെ റെസിപ്രോക്കൽ അതായത് 1/റോയെയാണ് നമ്മൾ കണ്ടക്ടിവിറ്റി എന്ന് വിളിക്കുന്നത്. സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ടേബിൾ ഒന്ന് വായിച്ചു നോക്കിയേ. ടേബിളിൽ താഴേക്ക് പോകുന്തോറും റെസിസ്റ്റൻസ് കൂടുന്നു, അതായത് കണ്ടക്റ്റൻസ് കുറയുന്നു. അതായത് ടേബിളിന്റെ മുകളിലുള്ള മെറ്റൽസിന് കണ്ടക്റ്റൻസ് കൂടുതലാണ് എന്ന് ചുരുക്കം. ടേബിളിന്റെ മുകളിലുള്ള മെറ്റൽസിൽ ഒന്നായ കോപ്പർ ഒരു മികച്ച കണ്ടക്ടറാണ്. അതിന്റെ റെസിസ്റ്റൻസ് താരതമ്യേന കുറവും. നേരെ മറിച്ച് ടേബിളിന്റെ താഴെയുള്ള ടങ്സ്റ്റൺ പോലുള്ള മെറ്റൽസിന്റെ റെസിസ്റ്റൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ടങ്സ്റ്റൺസ് ബൾബിൽ ഉപയോഗിക്കുന്നത്. എന്നാൽ ടങ്സ്റ്റൺ പോലുള്ള മെറ്റൽസിന്റെ കണ്ടക്റ്റൻസ് വളരെ കുറവാണ്. ഇത്രയും നേരം നമ്മൾ റെസിസ്റ്ററുകളെ പറ്റി പഠിച്ചെങ്കിലും എങ്ങനെയാണ് ശരിക്കുമുള്ള റെസിസ്റ്ററുകൾ എന്ന് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. എത്ര വാട്ടിന്റെ ബൾബാണെന്ന്
ബൾബിന്റെ ചില്ലിൽ എഴുതിയിരിക്കുന്നത് നിങ്ങളിൽ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അതുപോലെ റെസിസ്റ്ററുകളുടെ റെസിസ്റ്റൻസ് എങ്ങനെയാണ് രേഖപ്പെടുത്തിയിട്ടുണ്ടാകുക? ഈ ചോദ്യങ്ങളുടെയൊക്കെ ഉത്തരം ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. സ്ക്രീനിൽ കാണുന്നതാണ് ഒരു യഥാർത്ഥ റെസിസ്റ്റർ. സൂക്ഷിച്ചു നോക്കിയേ, എവിടെയാണ് റെസിസ്റ്റൻസ് രേഖപ്പെടുത്തിയിട്ടുള്ളത്? അക്കങ്ങളായിട്ടല്ല, കളർ കോഡിംഗ് മെത്തേഡിലാണ് റെസിസ്റ്റൻസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. റെസിസ്റ്ററിൽ 4 റിങ്ങുകൾ ഉണ്ട്. ആദ്യത്തെ 2 റിങ്ങുകൾ റെസിസ്റ്റൻസിന്റെ ആദ്യത്തെ 2 അക്കങ്ങളെ സൂചിപ്പിക്കുന്നു. മൂന്നാമത്തെ റിങ്ങിന്റെ നിറം റെസിസ്റ്റൻസിലെ പൂജ്യങ്ങളുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്നു. 4ാമത്തെ റിങ്ങിന്റെ എണ്ണം ടോളറൻസിനെ സൂചിപ്പിക്കുന്നു. ഓരോ നിറങ്ങൾക്കും അനുസൃതമായ അക്കങ്ങൾ സ്ക്രീനിലെ ടേബിളിലുണ്ട്. സിൽവർ ആണ് 4ാമത്തെ റിങ്ങെങ്കിൽ അതിന്റെ ടോളറൻസ് ±10% ആയിരിക്കും. ഗോൾഡ് ആണെങ്കിൽ ±5%. ഇനി 4ാമത്തെ റിങ് ഇല്ലെങ്കിൽ ടോളറൻസ് ±20% ആയിരിക്കും. ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ പ്രോബ്ലം ചെയ്തു നോക്കാം. സ്ക്രീനിൽ കാണുന്ന റെസിസ്റ്ററിന്റെ റെസിസ്റ്റൻസ് വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിക്കേ. അതിനായിട്ട് നിങ്ങൾക്ക് മുന്നേ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത ടേബിൾ യൂസ് ചെയ്യാം. ആദ്യത്തെ റിംഗ് റെഡ് കളറാണ്. റെഡ് റിങ്ങിന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ് ടേബിളിൽ? 2 അല്ലേ? അപ്പോൾ റെസിസ്റ്റൻസിന്റെ ഫസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 2 ആണ്. രണ്ടാമത്തെ റിങ്ങിന്റെ കളർ എന്താണ്? ബ്ലൂ. ബ്ലൂവിന് കറസ്പോണ്ടിങ് ആയ വാല്യൂ എത്രയാണ്? 6. അപ്പോൾ റെസിസ്റ്റൻസ് വാല്യൂവിന്റെ രണ്ടാമത്തെ ഡിജിറ്റ് എന്ന് പറയുന്നത് 6 ആണ്. മൂന്നാമത്തെ റിങ്ങിന്റെ കളർ എന്താണ്? ബ്ലാക്ക്. ബ്ലാക്കിന് കറസ്പോണ്ടിങ് ആയ ടേബിളിലെ വാല്യൂ എത്രയാണ്? 0. അതായത് റെസിസ്റ്റൻസ് വാല്യൂസിൽ 0 ഇല്ല എന്നർത്ഥം. നാലാമത്തെ റിങ്ങിന്റെ കളർ എന്താണ്? ഗോൾഡ് അല്ലേ? ഗോൾഡിന്റെ ടോളറൻസ് വാല്യൂ എത്രയാണ്? ±5%. അപ്പോൾ ഫസ്റ്റ് ഡിജിറ്റ് 2, സെക്കൻഡ് ഡിജിറ്റ് 6. റെസിസ്റ്റൻസ് വാല്യൂവിൽ സീറോസ് ഇല്ല. ടോളറൻസ് വാല്യൂ ±5%. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? R is equal to 26 ohm ±5%. മനസ്സിലായില്ലേ? ഒന്നും കൂടെ മനസ്സിലാകാൻ വേണ്ടി നമുക്ക് ഇനിയൊരു പ്രോബ്ലം കൂടെ ചെയ്ത് നോക്കിയാലോ? രണ്ടാമത് കാണിച്ചിരിക്കുന്ന ചിത്രത്തിലെ ഫസ്റ്റ് റിങ്ങിന്റെ കളർ എന്താണ്? ഗ്രേ. ഗ്രേ കളറിന് കറസ്പോണ്ടിങ് ആയ വാല്യൂ എത്രയാണ്? 8. അപ്പോൾ റെസിസ്റ്റൻസ് വാല്യൂവിലെ ഫസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 8. രണ്ടാമത്തെ റിങ്ങിന്റെ കളർ എന്താണ്? ബ്ലൂ. ബ്ലൂവിന് കറസ്പോണ്ടിങ് ആയ വാല്യൂ എത്രയാണ്? 6. അതായത് റെസിസ്റ്റൻസ് വാല്യൂവിലെ സെക്കൻഡ് ഡിജിറ്റ് എന്ന് പറയുന്നത് 6 ആണ്. മൂന്നാമത്തെ റിങ്ങിന്റെ കളർ എന്താണ്? ഗ്രീൻ. ഗ്രീനിന് കറസ്പോണ്ടിങ് ആയ വാല്യൂ 5. 5ന്റെ അർത്ഥം എന്താണ്? റെസിസ്റ്റൻസ് വാല്യൂവിൽ 5 സീറോസ് ഉണ്ടാകും. ഓക്കെ. അതേപോലെ നാലാമത്തെ റിങ് ഇവിടെ തന്നിട്ടുണ്ടോ? ഇല്ല. നാലാമത്തെ റിങ് ഇല്ലെങ്കിൽ ടോളറൻസ് വാല്യൂ എത്രയാണ്? ±20%. അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന റെസിസ്റ്ററിന്റെ റെസിസ്റ്റൻസ് എങ്ങനെ എഴുതാൻ പറ്റും? 8650 ഓം ±20%. അതായത് 8.6 മില്യൺ ഓം ±20%. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കോൺസെപ്റ്റ് നന്നായി മനസ്സിലായിട്ടുണ്ടാകുമല്ലോ. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് റെസിസ്റ്റേഴ്സിനെ കുറിച്ചിട്ടാണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം. ഓക്കെ, താങ്ക് യു.